ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലയിൽ താളി തേക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ മുടി കണ്ടിട്ട് ചോക്കലുണ്ട്, ചേച്ചി നല്ല ലോങ് ഹെയർ ആണല്ലോ, ചേച്ചി എന്താണ് ഹെയറിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയലുള്ളത്, ഞാൻ എണ്ണ കാച്ചിട്ട് തേക്കലാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് എണ്ണ തേക്കാറുള്ളത്. ഇതേമാതിരി തന്നെ കറ്റാർ വാഴ, കറിവേപ്പിൻ്റെ ഇല, അതുമാതിരി ഉള്ളി, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണ കാച്ചി തേക്കലുള്ളത്. അതുമാതിരി തന്നെ ഞാൻ ആഴ്ചയിലൊരു 1-2 വട്ടം നമ്മൾ ഇതേമാതിരി തന്നെ താളിയും തേക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ താളി എങ്ങനെയാണ് തേക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ തലയിൽ താളി തേക്കാൻ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇതുപോലെ തന്നെ കുറുന്തോട്ടി പറഞ്ഞിട്ടുള്ളൊരു ഔഷധമുണ്ട്, എത്ര പേർക്ക് അറിയില്ല. അത് നമ്മൾ അരച്ച് തേക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പഴയ കാലത്തെ മുത്തശ്ശിയും അമ്മയൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ തലയിൽ തേക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, താളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താളി തേക്കുമ്പോൾ നമ്മൾ എണ്ണ തലയിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. എൻ്റെ എണ്ണ കാച്ചി വെച്ചത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. ഏതെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതാ എണ്ണ നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് താളി തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ താളി തേച്ചിട്ട് 5-10 മിനിറ്റ് നേരം വെക്കണം. ചിലവർക്ക് ഇത് തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ ജലദോഷം കാര്യങ്ങളൊക്കെ കോൾഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട, പെട്ടെന്ന് കഴുകിക്കളഞ്ഞാൽ മതി. നമ്മളിതാ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ താളിയൊക്കെ നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പാണ് കിട്ടേണ്ടത്. അപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുടിയിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ ഒക്കെ എല്ലാവർക്കും നന്നായി മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കലില്ല കേട്ടോ. പക്ഷേ നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് മുടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളെ മുടി ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര മുടി ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും വാങ്ങി തേക്കലില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും തേച്ചിട്ട് ഇതാവുക. അതുമാതിരി തന്നെ നമുക്ക് മുടിയിൽ നന്നായി തേച്ച് കൊടുത്തിട്ട് കുളിക്കുക, അതുമാതിരി തന്നെ എണ്ണ കാച്ചി തേക്കുകയൊക്കെ ചെയ്താൽ നല്ലതുപോലെ മുടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മുടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. മുടി പൊട്ടുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ മുടി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. ടാറ്റാ.